എടാ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് അടുത്തല്ലേ? അടുത്ത്. രാവിലെ എണ്ണീക്കുമ്പോഴേ നിന്നെ വിളിക്കാൻ എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലും പോണമെങ്കിൽ നിന്നെ വിളിക്കാൻ തോന്നുന്നു. എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ എന്റെ അഭിപ്രായം ചോദിക്കാൻ തോന്നുന്നു. ഏകദേശം ഇപ്പൊ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ പോലും എന്നെ വിളിച്ചുകൊണ്ട് പോയി കഴിക്കാൻ തോന്നുന്നു. അതെ അല്ലേ? അതെ. ഞാൻ ഇല്ലാതെ പറ്റാത്തൊരവസ്ഥ. നീ ഇല്ലാതെ പറ്റത്തില്ല അളിയാ. ഇപ്പൊ എന്റെ സ്വഭാവം മനസ്സിലായി കാണുമല്ലോ. ആരോടെങ്കിലും കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം മുങ്ങും. അതിപ്പോ ആണായാലും പെണ്ണായാലും. ശരിക്കും ഈ റിവേഴ്സ് മന്ത്ര ഒറിജിനൽ ആണോടെ? ഒറിജിനലാ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ട്. ചെക്ക് ചെയ്യണം. ഓക്കെ. ഇത് വെച്ചോണ്ടാണ് പരിപാടി. വെയിറ്റ്. അളിയ എന്തുണ്ട്? ആരടുത്തെങ്കിലും കടം മേടിക്കാൻ വേണ്ടി പോയതായിരിക്കും. ആര് പറഞ്ഞു? ഞാൻ പരിപാടി എന്നേ നിർത്തി. റിവേഴ്സ് അടിച്ചു നോക്കിയാലും അവൻ എവിടെ പോയെന്ന്. അവന് മാത്രമേ റിവേഴ്സ് ആവത്തുള്ളൂ. അവന്റെ ദേഹത്തോട്ട് ലേസർ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്തോടെ പറയുന്നത്? ഇവിടെ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. ഒരു 100 രൂപ കാണൂ. എന്താ ഇവിടെ? എങ്ങനെയുണ്ട്? എടാ നീ 10 പോലും പാസ്സായിട്ടില്ലല്ലോ. നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ബുദ്ധി? അടിച്ചു മാറ്റാൻ എന്തിനാ ബുദ്ധി? കഴിവ് പോരായോ അടിച്ചു മാറ്റാനുള്ള? തന്തയുടെ മോൻ തന്നെ. അപ്പൊ ഇന്നാ വെച്ചോ. ചേട്ടാ ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുന്നേ എത്ര രൂപയോ? അത് ഒരു 100 രൂപ. ചെയ്തോ മോനെ, തുടങ്ങിയാലോ? അയ്യോ 9 മിനിറ്റ്. മോനെ, തുടങ്ങിയാലോ? ആയിക്കോട്ടെ. വീണ്ടും 9 മിനിറ്റ് ആയോ? മോനെ, തുടങ്ങിയാലോ? ഒന്നുകൂടെ റിവൈൻഡ് അടിച്ചാലോ? അല്ലേ വേണ്ട, 2-3 മണിക്കൂറായി. ചേട്ടാ മതി 5 മിനിറ്റ് ആയതേ ഉള്ളൂ. മതി. അതുകൊണ്ടാ എത്രയായി? 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ. ഒരു 50 രൂപ തന്നാ മതി. ആയിക്കോട്ടെ. ഗൂഗിൾ പേ ആവേ. തലക്ക് എന്നാ സുഖമാ. നല്ല പയ്യൻ. എങ്ങനെയുണ്ടാ? എടാ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതെനിക്ക് തരാവോ? തരുവൊക്കെ ചെയ്യാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? എടാ പൈസക്കാണെങ്കിൽ എൻ്റെ അധികം പൈസയൊന്നും ഇല്ല. പൈസയൊന്നും വേണ്ട. നീ എന്നെ ഒഴിവാക്കരുത്. എനിക്ക് വേറെ ഫ്രണ്ട്സ് ആരും ഇല്ല. എന്നും നീ എന്റെ ഫ്രണ്ട് ആയിരിക്കണം. നീ എന്ന് എന്നോട് മിണ്ടാതിരിക്കുന്നോ അന്ന് ഞാൻ അതിന്റെ പവർ കളയും. നോക്കിക്കോ. പുല്ല്. സാർ എക്സാം ആരും വന്നില്ലയോ? എടാ നിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടേ 4 വർഷമായി. നിന്റെ കൂടെ പഠിച്ചവന്മാരൊക്കെ പഠിച്ച് ജോലി വാങ്ങിച്ചു. എടാ നീ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആക്കാൻ. ഈ പരീക്ഷയെങ്കിലും ജയിക്കൂടെ? ജയിക്കാൻ എന്തോ ഒരു വഴി. എന്നാ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്ടാ കണ്ടൊന്നും എഴുതരുത് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടെഴുതാൻ തൊള്ളമുക്ക് ആൾക്കാർ ഇരിക്കുന്നു. എന്താ? ഒന്നുമില്ല സാർ. പഠിച്ചു എന്നല്ലോ ചോദിക്കുന്നത്. തോറ്റ് ഐഡിയ. എക്സാം തുടങ്ങുന്ന സമയമല്ലോ. ഇനിയും പകുതി പഠിക്കാനുണ്ട്. സാറെന്നാലേ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ കുളിച്ചൊരുങ്ങിട്ട് വാ. ബാക്കി പഠിക്കാം. എല്ലാം പഠിച്ചോടെ. കോപ്പി ഒന്നും അടിക്കരുത് കേട്ടോ. പഠിച്ചാൽ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല സാറേ. എടാ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഉത്തരം എഴുതടാ. ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഉത്തരം അറിയല്ലോ സാർ. അഡീഷണൽ ഷീറ്റ് സാർ. ഫിനിഷ്. അടുക്കള തുറന്നില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ ഇത് ആർക്ക് വേണ്ടി തുറന്നിട്ടേക്കുന്നു? ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ? ഞാനിപ്പം നിന്റെ വീട്ടിലുണ്ട്. അയ്യോ. എന്താ അയ്യോ? ഒന്നുമില്ല. 1 മിനിറ്റ്.
ആ ശരി. ആരും കാണാതെ ഇങ്ങ് വാ. ഇങ്ങ് വരാന്. ഓ, ഒരിപ്പം വാ. ടീ, ഞാൻ ഇടക്കിടക്കിടെ വരുന്നില്ലയോ? ഇന്നെന്താ എനിക്ക് ടെൻഷൻ കൂടുതൽ? അല്ല, അത് പ്രത്യേകിച്ചൊന്നും ഇല്ല. അച്ഛനൊക്കെ ഉള്ളതല്ലയോ. എന്തോ പന്തികേട്ടുണ്ടല്ലോ. ഒന്ന് റിവേഴ്സ് അടിച്ചു നോക്കാം. ഇവിടെ ഇപ്പം ബൈ വൺ ഗെറ്റ് ഓഫർ നടക്കുമായിരുന്നല്ലേ? അയ്യോ, നീ എന്താ ഇവിടെ? 6 വർഷത്തെ പ്രണയം. എന്തായാലും അടുപ്പ് കൂട്ടി തന്നെയോ, പാല് വെച്ചിട്ട് പോയാൽ മതി. അവളെ ചതിച്ച്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇനി അവന്റെ കോള്. 8 വർഷം പ്രണയിച്ചത്. സ്വിച്ച് ഓഫ് ആക്കട്ടെ. എനിക്കൊരു പണിയൊന്നുമില്ലയോ, അവക്കൊരു പണി കൊടുക്കണം. അവളെ ഒന്ന് പേടിപ്പിക്കാം. കണ്ടോടി, ഞാൻ കൈ മുറിച്ചടി. അയ്യോ, കാണാൻ പറ്റുന്നില്ല. യൂട്യൂബിൽ വയലൻസിന്റെ പ്രശ്നം ഉണ്ടാവണല്ലേ, കോപ്പറേറ്റ് വരും. ഞാനേ നിന്റെ പേരെഴുതി വെച്ചിട്ടാ കൈ മുറിച്ചേക്കുന്നേ. ഞാനിപ്പോ ചാവോടി, നീ ജയിലിൽ പോടി, നീ അനുഭവിക്കോടി. അവളിപ്പോ പേടിച്ച് വരട്ടെ, തൂറിക്കാണും. ഇനി പഴയ പോലെ ആക്കാം. എന്താ റീവെന്റ് പോവാത്തെ? ഇതാണ് ഇതിന്റെ മോഡ്യൂള്. പക്ഷെ യഥാർത്ഥ പവർ സ്റ്റേഷൻ ഇതാണ്. ഇത് വിചാരിച്ചാൽ ഇത് ഓഫ് ആക്കാൻ പറ്റും. ഇൻ കേസ് നീ എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് ഓഫ് ആക്കും. ഞാനിപ്പോ ചാവൂട കാല, പ്ലീസ്, കഷ്ടമുണ്ട്. ഇനി ഞാൻ വിളിക്കുമെങ്കിൽ ഫോൺ എടുക്കുവോ? മിണ്ടുവോ? എന്നെ ഒഴിവാക്കുവോ? റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റിനെ രക്ഷപ്പെട്ടെ. അവനിങ്ങനെ അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ബൈക്കിലോട്ട് പോവാം. ചേട്ടാ, ഫോൺ ഉണ്ടോ? ഇങ്ങോട്ടൊന്ന് തരാവോ? എനിക്കൊരു കോള് വിളിക്കാനായിരുന്നു. ഫോണില്ല. ഫോണ് എന്ത് മനുഷ്യനോടോ താൻ? ഇതുപോലുള്ള പരിചയപ്പെടാതിരിക്കുന്നതാണ്. ഇവനെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനത്തെ ഒരു ബാധ്യതയെ മാറിയത്. ഇപ്പൊ ബാധ്യതയില്ല, ഇത് കൈ കിട്ടുകയും ചെയ്ത്.